നമസ്കാരം, ന്യൂസ് 99 കേരള പ്രധാന വാർത്തകൾ. തിരൂർ നഗരസഭ UDF കൗൺസിലർമാർക്ക് നേരെ യുവാവിന്റെ ആക്രമണം. ഒരു കൗൺസിലറുടെ കൈക്ക് സാരമായ പരിക്ക്. ആക്രമണം നഗരസഭാ കാര്യാലയത്തിൽ വെച്ച്. ഇന്ന് വൈകുന്നേരം 4 മണിയോടെയാണ് കൗൺസിലർമാരിയ്ക്കുന്ന ക്യാബിനിലേക്ക് അതിക്രമിച്ച് കയറി ചോമയിൽ അൻവർ എന്ന യുവാവ് വനിതാ കൗൺസിലർമാരെ ആക്രമിച്ചത്. ആക്രമണത്തിൽ ഇരയായവരിൽ SC വനിതാ കൗൺസിലർ അടക്കം 3 പേർക്ക് പരിക്കേറ്റു. തിരൂർ നഗരസഭ 31 വാർഡ് കൗൺസിലർ ആഫിയ ടീച്ചർ, 10 വാർഡ് കൗൺസിലർ വിജിത, 23 വാർഡ് കൗൺസിലർ IP സീനത്ത് എന്നിവർക്ക് നേരെയാണ് ചോമയിൽ അൻവർ എന്ന യുവാവ് ആക്രമിച്ചതെന്ന് കൗൺസിലർ പറയുന്നു. സംഭവിച്ചത് ഞങ്ങൾ കൗൺസിലേഴ്സൊക്കെ കൂടെ കൗൺസിലർമാരിരിക്കുന്ന ലോഞ്ചിലിരിക്കുമ്പോൾ ഈ അൻവർ സാദത്ത് എന്ന് പറഞ്ഞ വന്നിട്ട് വീഡിയോ എടുത്ത്. അപ്പോൾ ഇതെന്തിനാ വീഡിയോ എടുക്കണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ്, നിങ്ങൾ ഇവിടെ ഇരുന്നിട്ട് ഈ SC സംഭരണത്തിലൂടെ ജയിച്ച് വന്ന നിങ്ങൾ ഇവിടെ ഇരുന്നിട്ട് കാറ്റ് കൊള്ളുകയാണ്, നിങ്ങൾക്ക് പെരെ പോയിരുന്നൂടെ. അപ്പോൾ അവൻ വീഡിയോ എടുത്തപ്പോൾ ഇവള് കയ്യേറ്റ് തടുത്ത് അവൾ ഈ ആഫിയ കൗൺസിലറുടെ വിരലൊക്കെ ഒടിഞ്ഞിട്ടുണ്ട്. പിന്നെ സീനത്തിനെ പിടിച്ചിട്ട് തള്ളി. അങ്ങനെയൊക്കെ കണ്ടപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ എതിർത്തിട്ടുണ്ട്. അത്രയൊക്കെയാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. പിടിച്ചു തള്ളി. തീരെ മോശമായിട്ടാണ് ഞങ്ങളോട് അവിടെയുള്ള ഓഫീസർമാരുടെ മുന്നിന്ന് പറയാം, നിങ്ങൾക്ക് ഇങ്ങനെ ഇവിടെ ഇരുന്ന് കാറ്റ് കൊള്ളണേ, ഈ തണുപ്പ് കൊള്ളണേന് പകരം വീട്ടിൽ പോയിരുന്നൂടെ എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങൾ കൗൺസിലർമാരെ ഞങ്ങൾ മുനിസിപ്പാലിറ്റിയിലല്ലാതെ വീട്ടിലാണ് പോയിരിക്കേണ്ടത്, അവനാണ് തീരുമാനിക്കുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് ആകെ വിഷമായിട്ടുണ്ട്. ഞങ്ങള് ആൾക്കാരെ ആവശ്യത്തിനാണ് അവിടെ വന്നിരുന്നിക്കണത്. നമ്മള് ഓരോ പേപ്പർ വർക്കും കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പൊ ഇവന് പ്രത്യേകിച്ച് എന്നെ ഇങ്ങനെ മോശമായിട്ട് ഈ ജാതി പേര് വിളിച്ച് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര വിഷമായി. അത് ഉദ്യോഗസ്ഥരുടെ ഇടയിൽ നിന്നും കൂടി ആയപ്പോ ഭയങ്കര പ്രശ്നമായിട്ടുണ്ട്. അങ്ങനെ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനുള്ളത് ഞങ്ങള് ചെയ്യും എന്നൊക്കെ അവന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തിട്ടുണ്ട്. നിങ്ങളെങ്ങനെ ഞങ്ങളെ വീഡിയോ ഫോട്ടോസ് എടുക്കുക, ഞങ്ങളെ ലോഞ്ചിൽ കയറി വന്നിട്ടെന്നുള്ളതിന് അവനറിയാം എനിക്കിത് അധികാരമുണ്ട്, അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങൾ ഒരുപാട് മോശമായിട്ടാണ് അവിടുന്ന് സംസാരിച്ചിട്ടുണ്ടാവും. ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് ഞങ്ങളുടെ വാർഡിലുള്ള വർക്കിനെ പറ്റിയിട്ടൊക്കെ ഒന്ന് സംസാരിക്കുകയായിരുന്നു. ഞങ്ങളുടെ റോഡ് വർക്ക് കേട് വന്നത്, അതിനെപ്പറ്റി ആസൂത്രണ സമിതി അധ്യക്ഷനൊക്കെ ഉണ്ട്. അവരോട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവന് ഇതിൽ കയറി വന്നിട്ട് ഇങ്ങനെ ഉണ്ടായത്. വീഡിയോ എടുത്തപ്പോ ഞങ്ങൾ എതിർത്ത് അവളെ പൊടിന്ന് പറയും ചെയ്തിട്ടുണ്ട്. അസഭ്യം പറഞ്ഞു. അപ്പൊ കൗൺസിലർമാര് സ്വാഭാവികമായിട്ടും കൗൺസിലർമാരെ ഹാളിലാണ് ഇരിക്കുക. അവര് കൗൺസിൽ ലോഞ്ചിൽ ഇരുന്നിട്ട് പല അപേക്ഷകൾ ഫോം ഫില്ല് ചെയ്യാണ്ടെങ്കിൽ അതൊക്കെ ഫില്ല് ചെയ്യും. അവരെ വർക്കുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടി നമ്മൾ സ്വാഭാവികമായിട്ട് കൗൺസിൽ ഹാളിൽ ഇരിക്കുക. ആ കൗൺസിൽ ലോഞ്ചിൽ ഇരിക്കുന്ന സമയത്ത് ഇവൻ വന്നിട്ട് ഇവരെ വീഡിയോ എടുക്കുകയാണ്. ഈ വീഡിയോ എടുക്കുമ്പോൾ പ്രിയപ്പെട്ട കൗൺസിലർമാർ ചോദിക്കുകയാണ്, എന്തിനാ ഞങ്ങളെ വീഡിയോ എടുക്കണം. അപ്പോൾ ഇവരോട് പറയാം, ഞങ്ങൾക്ക് ഫാനും ലൈറ്റും ഇട്ടിട്ട് ഇരിക്കാനുള്ള സൗകര്യം അല്ലല്ലോ ഇവിടെ, നിങ്ങൾ അതിനാണെങ്കിൽ പെരിയിൽ പോയിട്ട് ഇരുന്നുണ്ട്. അതിനേക്കാൾ വലിയ സംഘടന എൻ്റെ പ്രിയ സഹ കൗൺസിലറോട് അവരെ ജാതിപ്പേരൊക്കെ വിളിച്ച് അവഹേളിക്കുക എന്ന് പറയുമ്പോൾ ഉദ്യോഗസ്ഥരെ ഇടയിലിട്ടിട്ട് അത് വളരെ പ്രയാസകരം ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. വ്യക്തിത്വത്തിനെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണ്. അത് മാത്രമല്ല, ഇപ്പൊ പലപ്പോഴായിട്ട് ഈ കൗൺസിലർമാരെയും ഭരണസമിതിനൊക്കെ തന്നെ വളരെ മോശമായിട്ട് സോഷ്യൽ മീഡിയ ചിത്രീകരിക്കുന്നതാണ് ഇപ്പോൾ തുടർച്ചയായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെറും ഈ ഒരു എന്താ പറയാ, ഇത് ഒരു അജണ്ട ആക്കി ഇറക്കിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് അവരുടെ ഭാഗത്ത്. നടപടി ഉണ്ടാവണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. വനിതാ കൗൺസിലർമാർ മാത്രം ഇരിക്കുന്ന സമയത്ത് റൂമിലേക്ക് അതിക്രമിച്ച് കയറി ഈ കൗൺസിലർമാരുടെ വീഡിയോ എടുക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ചോദ്യം ചെയ്തതിനാണ് കൗൺസിലർമാരെ ആക്രമിച്ചത്. 3 കൗൺസിലർമാരും ഉടൻ തിരൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി. 31 വാർഡ് കൗൺസിലർ ആഫിയ ടീച്ചർക്ക് കൈവിരലിന് സാരമായി പരിക്കേറ്റിട്ടുണ്ട്. ചോമയിൽ അൻവർ എന്ന വ്യക്തി നിരന്തരം നഗരസഭാ കാര്യത്തിൽ വന്ന് വിവിധ തരത്തിൽ ഉദ്യോഗസ്ഥരെയും കൗൺസിലർമാരെയും ബുദ്ധിമുട്ടിക്കുന്നതായും പറയപ്പെടുന്നു. ന്യൂസ് 99 തിരൂർ. 35 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.